സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 115 11 തിരുവചനം. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവിടുന്ന് അവരുടെ സഹായവും പരിചയമാകും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട 115 സങ്കീർത്തനം 11 തിരുവചനത്തിൽ ദൈവം നമ്മുടെ സഹായവും പരിചയം ആയിത്തീരേണ്ടതിന് നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യം ദൈവ ഭക്തരാവുക എന്നുള്ളതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ ദൈവം നമുക്ക് സഹായവും പരിചയം ആയിത്തീരും. മനുഷ്യന് ദൈവത്തിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. വീണ്ടും പറയട്ടെ, മനുഷ്യന് ദൈവത്തിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ സഹായമാണ് നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ ശ്വാസമാണ് നാം അനുനിമിഷം അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ് നാം. അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടിച്ച നന്മകൾ കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൽ ഭയഭക്തി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ദൈവം സഹായകനായിത്തീരും. മാത്രമല്ല, ആ ദൈവത്തിൽ ഭയഭക്തി അർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് ദൈവം പരിചയമായി മാറുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഈ നന്മകൾ അഥവാ ദൈവിക സഹായവും ദൈവം നമുക്ക് പരിചയമായി തീരുന്ന ആ അനുഭവം നമുക്ക് ലഭ്യമാകുവാൻ നാം അനുദിനം അനുനിമിഷം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നാൽ അതിന് പല തലങ്ങളുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട്, ദൈവത്തിന് പുകഴ്ച നൽകിക്കൊണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അഥവാ ദൈവം പറയുന്നത് കേട്ട് അതിന് പ്രകാരം ജീവിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ഭക്തരായി തീരുവാനും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി തീരുവാനും സാധിക്കും. ഈ ഭൂമിയിലെ ജീവിതമാവുന്ന തീർത്ഥയാത്രയിൽ ദൈവത്തെ രക്ഷകനായി, ദൈവത്തെ നല്ല ഇടയനായി, ദൈവത്തെ നല്ല സുഹൃത്തായി, ദൈവത്തെ നമ്മുടെ സന്തത സഹചാരിയായി സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിലുള്ള ഭയഭക്തിയും ആശ്രയവും വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നാം അനുഗ്രഹിക്കപ്പെടും.
ദൈവം നമുക്ക് സഹായം ആയിരിക്കും. ദൈവം നമുക്ക് പരിചയമായിരിക്കും. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! ആയിരം നാവുകളാലത് വർണ്ണിപ്പതിന്നെഴുതൂ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ ആരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ!